അനുദിനം ആശ്വാസം നൽകുന്ന ജീവവചനങ്ങൾ. ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് തരുന്ന എല്ലാ ദാനങ്ങൾക്കുമായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് ഒരു ലഘു സന്ദേശം പറയുവാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. വെറും ഒരു ശ്വാസം മാത്രമായിരിക്കുന്ന മനുഷ്യന് ദൈവസന്നിധിയിൽ പ്രശംസിക്കുവാൻ കഴിയുന്നതെങ്ങനെ? അവിടെ അതിൻ്റെ മുകളിലുള്ള 2 വാക്യങ്ങൾ കൂടി നമുക്ക് വായിക്കാം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമല്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നാം എങ്ങനെയുള്ളവരായിരുന്നു എന്നൊന്ന് ഓർത്തു നോക്കിയേ. നാം ബലഹീനരായിരുന്നു, കുലഹീനരായിരുന്നു, നികൃഷ്ടന്മാരായിരുന്നു, ഏതുമില്ലാത്തവരായിരുന്നു. ഇങ്ങനെയുള്ള നമ്മെ ദൈവം ചേർത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്നത് എത്ര വലിയ കൃപയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം, കേമന്മാരുടെ ലിസ്റ്റിൽ നമ്മുടെ പേര് വേണ്ട. സെലിബ്രിറ്റികളുടെ വേദികളിൽ നമുക്ക് സീറ്റ് വേണ്ട. ഒരു യോഗ്യതയും പറയുവാനില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം എന്നെയും നിന്നെയും തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? ദൈവമക്കളെന്ന ഇത്ര വലിയ പദവി തന്ന് ദൈവം നമ്മെ മാനിച്ചത് എന്തിനു വേണ്ടിയാണ്? നാം ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിനു വേണ്ടിയാണ്. നമ്മുടെ ധനം, നമ്മുടെ സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ, നമ്മുടെ പ്രസംഗിക്കുവാനായിട്ടുള്ള കഴിവ്, നമ്മുടെ പാട്ടുപാടാനായിട്ടുള്ള കഴിവ്, ഇതെല്ലാം ആയിരങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. എല്ലാം തീയിലൂടെ ശോധന ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം വെളിപ്പെട്ടു വരും. നിന്റെ പണി വൈക്കോല് പോലെ വെന്തുപോയാൽ നീ കഷ്ടിച്ച് രക്ഷപ്പെടും, പക്ഷേ പ്രതിഫലം നഷ്ടമാകും. നീ മുഖാന്തരം ഒരാൾക്കൊരു നന്മയുണ്ടായാൽ അതിൽ നീ പ്രശംസിക്കരുത്. ദൈവമാണ് ആ മനുഷ്യനു വേണ്ടി പ്രവർത്തിച്ചത്. നിന്നെ വെറും ഒരു മുഖാന്തരമായി ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു നല്ല പ്രവൃത്തി ചെയ്യുവാനായിട്ട് ദൈവം നിനക്കൊരു അവസരം തന്നതിന് ദൈവത്തിനാണ് മഹത്വം കൊടുക്കേണ്ടത്. ദൈവവചനം പറയുന്നു, ദൈവം തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം സ്വയം പ്രശംസിക്കുന്നത് ഒരു ജഡത്തിൻ്റെ ബലഹീനതയാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് 10 പേർ അറിയണമെന്നും ഞാനൊരു പ്രശംസാ വിഷയമായി മാറണമെന്നുമൊക്കെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ അത് ദൈവത്തിന് ചെന്ന് ചേരേണ്ടുന്ന മഹത്വം നാം തട്ടിയെടുക്കലാണ്. നിനക്കൊത്തിരി കഴിവുകൾ ഉണ്ടായിരിക്കെ, ഒരുപാട് അവസരങ്ങൾ നിന്നെ തേടി വന്നുകൊണ്ടിരിക്കെ, നീ ദൈവത്തിൻ്റെ കൃപയ്ക്കായി കാക്ഷിച്ചുകൊണ്ട് അവൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കും. ദൈവം നിന്നെ ഉയർത്തും. ആമേൻ, ആമേൻ, ആമേൻ.